everyone, this is me Shara. Welcome back to a new video. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള വാർ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നോട് പല കുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ആ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതേപോലെ തന്നെ അതിന്റെ റിട്ടേൺ സമ്മറിയും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആകും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വാർ ബൈ ലൂജി പിറാൻഡല്ലോ. വാർ എന്നുള്ളത് ഒരു സ്റ്റോറിയാണ്. എഴുതിയിട്ടുള്ള ആളെ പേരെന്താണ്? ലൂജി പിറാൻഡല്ലോ. War by Luigi Pirandello is about a group of passengers traveling by train during war time. അപ്പോൾ വാർ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ലൂജി പിറാൻഡല്ലോ ആണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കഥ ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യാണ്? ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഏത് സമയത്താണ്? യുദ്ധത്തിന്റെ സമയത്താണ്. ഓക്കെ, അതാണ് വാർ ടൈം എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ സമയത്ത് എന്ത് ചെയ്യാണ്? പാസഞ്ചേഴ്സ് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അപ്പൊ ആ ഒരു ട്രെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓൾ ഓഫ് ദം ആർ സാഡ് ബിക്കോസ് ദേ ഹാവ് സെന്റ് ദെയർ സൺസ് ഓർ റിലേറ്റീവ്സ് ടു ദ വാർ ഫ്രണ്ട്. എല്ലാവരും എന്ത് ചെയ്യാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ട്രെയിനിലുള്ള ഓരോ പാസഞ്ചേഴ്സ് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരവരുടെ മക്കളെയൊക്കെ എന്ത് ചെയ്തിട്ടാണ്, മക്കളും അതേപോലെ കുടുംബക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്. അപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് 18 വയസ്സിന്റെ മുകളിലുള്ള ആ ഒരു രാജ്യത്തിലുള്ള പൗരന്മാർ എന്ത് ചെയ്യണം? യുദ്ധത്തിന് പങ്കെടുക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ ഒരു പാസഞ്ചേഴ്സ്, ഇവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പാരന്റ്സ് ആണ്. ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഇവരുടെ സ്വന്തം മക്കളെ യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ അത് ആലോചിച്ചിട്ട് ഇവര് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഇവരെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അറ്റ് ഡോൺ ദ ട്രെയിൻ സ്റ്റോപ്സ് അറ്റ് ഫാബ്രിയാനോ സ്റ്റേഷൻ ആൻഡ് ദെൻ ഗോസ് ഓൺ ടു സുൽമോണ. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ട്രെയിൻ എന്ത് ചെയ്യാണ്? ഇവർ റോമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുന്നത്. റോമിൽ നിന്ന് ഇവർക്ക് സുൽമോണയിലേക്കാണ് പോകേണ്ടത്. റോമിൽ നിന്ന് സുൽമോണയിലേക്ക് പോകണമെങ്കിൽ റോമിൽ നിന്ന് ഫാബ്രിയാനോയിലേക്കുള്ള ട്രെയിൻ കയറണം. എന്നിട്ട് ഫാബ്രിയാനോ സ്റ്റേഷനിൽ ഇറങ്ങണം. എന്നിട്ട് ഫാബ്രിയാനോ സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? സുൽമോണയിലേക്കുള്ള ട്രെയിൻ കയറണം. അങ്ങനെ 2 ട്രെയിൻ കയറിയാലാണ് എന്ത് ചെയ്യുക? ഇവർക്ക് സുൽമോണയിലേക്ക് എത്താൻ സാധിക്കാം. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇവർ ഫാബ്രിയാനോയിലേക്കുള്ള ട്രെയിൻ കയറുകയാണ്. ഇവിടെ വെച്ചിട്ട് റോമിൽ നിന്ന് ഫാബ്രിയാനോയിലേക്കുള്ള ട്രെയിനിൽ കയറുകയാണ്. അങ്ങനെ ഇവർ ഫാബ്രിയാനോ സ്റ്റേഷനിൽ എത്തി. ഒരു രാത്രി സമയത്താണ് ഇവർ എത്തിയിട്ടുള്ളത്. അപ്പൊ രാത്രി സമയം ആയതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇവർക്ക് സുൽമോണയിലേക്കുള്ള ട്രെയിൻ കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ട്രെയിൻ ഓടലില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അടുത്ത ദിവസം രാവിലെ വരെ ഇവർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ വരികയാണ്. അതാണ് ഡോൺ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രഭാത സമയം ഉണ്ടാവില്ലേ, സൂര്യൻ ഉദിക്കണ സമയം. ആ ഒരു സമയം വരെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കാത്തു നിൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവര് സുൽമോണയിലേക്കുള്ള ട്രെയിൻ കയറാണ് ചെയ്യുന്നത്. ഓക്കെ. At this time a stout woman gets into the train with her husband. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇവരെങ്ങോട്ടാ ഈ പറയുന്ന സുൽമോണയിലേക്കുള്ള ട്രെയിൻ കയറിയ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രെയിനിലേക്ക് ഒരു തടിച്ച ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രെയിനിൽ കയറുന്നത്. അവളും അവളുടെ ഹസ്ബൻഡും. ഓക്കെ. സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഫാറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയും അവളുടെ ഹസ്ബൻഡും എന്ത് ചെയ്യാണ്? ആ ഒരു ട്രെയിനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. She is filled with sorrow because her only son has gone to war. അവൾ എന്ത് ചെയ്യാണ്? ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് അവളുടെ ആകെ ഒരു മകൻ എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടുള്ള സങ്കടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവൾ അവിടെ ഇരിക്കുന്നത്. എന്താ അവിടെ സ്റ്റോറി എന്ന് വെച്ചാല് ഈ പറയുന്ന പാരന്റ്സിന് ആകെ ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ്, ആകെ 20 വയസ്സുള്ള ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മകനോട് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എന്ത് ചെയ്യണ്ട? ഇപ്പോൾ തന്നെ യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണ്ട. സംഭവം മകൻ ഏകദേശം 20 വയസ്സായിട്ടുണ്ട്, യുദ്ധത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാല് ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചാൽ മതി. അതുവരെ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചാൽ മതി എന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്.
പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഇവർക്ക് മെസ്സേജ് വരികയാണ്, 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ മകനെ യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം, അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പൊ അത് കേട്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർക്ക് ആകപ്പാടെ ബേജാറാവാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, സുൽമോണയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മകനെ കാണാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യണത്, ഈ ഒരു പാരന്റ്സ് സുൽമോണയിലേക്ക് പോണത്. അതാണ് നമുക്ക് കഥന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണതില്ലേ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് പോയാല് പിന്നെ മക്കൾ എപ്പോഴാ വരിക നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ മേല് ഫുള്ള് മുറിവുണ്ടാവും, ചിലപ്പോൾ മരണപ്പെട്ടിരിക്കും, നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ അവസാനമായിട്ടൊന്ന് കാണാനും ഒരുപാടൊന്ന് സംസാരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു പാരന്റ്സ് സുൽമോണയിലേക്ക് തന്റെ മകനെ കാണാൻ പോണത്. അങ്ങനെ മകനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, മകൻ പിന്നെ പാരന്റ്സിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ യുദ്ധത്തിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു മകനെ കാണാൻ വേണ്ടിയിട്ടാണ് പാരന്റ്സ് എന്ത് ചെയ്യണത്, സുൽമോണയിലേക്ക് പോണത്. അതാണ് എന്ത് ചെയ്യണത്, അവർ അത്രയ്ക്കും സങ്കടപ്പെട്ടിരിക്കണത്. കാരണം ഇന്നും കൂടെ മോനെ കാണാൻ കഴിയുള്ളൂ, പിന്നെ കാണാൻ കഴിയോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ആ ഒരു പാരന്റ്സ് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. The other passengers begin to talk about their own losses. One man has already lost a son, another has 2 sons and 3 nephews at the war front, and some say their sons were wounded and sent back again to the war front. അങ്ങനെ എന്താ ചെയ്യാണ്, ഈ ഒരു സ്ത്രീയും അവളുടെ ഹസ്ബൻഡും ട്രെയിനിൽ കയറാണ്. ഒരാൾ എണീച്ച് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്ത്രീക്ക് എന്താണ് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീ സീറ്റിലിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളും അല്ലെ, ഇവരുടെ ആ ഒരു മകന്റെ ആ ഒരു കഥയും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ആ ട്രെയിനിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് പോലും ആളുകളുടെ മുഖത്ത് എന്താണ് ഒരു ഭാവമാറ്റം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആരും സങ്കടപ്പെടുക അല്ലെങ്കിൽ ഒരു സിമ്പതി തോന്നുക, ആരുടെ മുഖത്തും എന്തില്ല, ഒരു ഭാവമാറ്റം കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും എന്താണ് ഒരു കൂസലുമില്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണത്. റീസൺ എന്താന്ന് വെച്ചാല് എല്ലാവരും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും ഇതേ അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ മറ്റുള്ളൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് മുഖത്തിലൊരു ഭാവമാറ്റം ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്, എല്ലാവരും ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്ത് ആരുടെ മുഖത്ത് ആ ഒരു സിമ്പതിയും കാര്യങ്ങളും കാണാത്തത്. അപ്പൊ എന്താ ചെയ്യാണ്, ഓരോ ആൾക്കാരും ഇങ്ങനെ അവരുടെ കഥകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മകൻ ഇപ്പൊ അടുത്തല്ലേ പോകുന്നുള്ളൂ, എന്റെ മകനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം തുടങ്ങണ ആ ഒരു സമയത്ത് പോയിട്ടുണ്ട്, പിന്നെ 2 പ്രാവശ്യം എങ്ങാനാണ് വന്നിട്ടുള്ളത്, മേലും മുഴുവനും മുറിയും കാര്യങ്ങളെല്ലാമായിട്ട്. അപ്പൊ അടുത്ത ആൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു മകനല്ലേ, എന്റെ 2 മക്കൾ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് തിരിച്ച് മറുപടി ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 മക്കളില്ലേ, നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരു മോൻ പോയാലും നിങ്ങൾക്ക് എന്താണ് ആശ്വസിക്കാൻ മറ്റൊരു മകനുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്, എനിക്ക് ആകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അവൻ പോയാൽ എന്താണ് പിന്നെ നമുക്ക് ആരും ഇല്ല എന്നാണ് ആര് പറയണത്, ആ ഒരു ഹസ്ബൻഡ് പറയണത്. അപ്പൊ തിരിച്ച് ഇവർ ഇങ്ങോട്ടേക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനിപ്പോ എന്താണ്, നമുക്ക് 2 മക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു മകൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് അത്രമേൽ സങ്കടം ഉണ്ടാകും. കാരണം നമ്മൾ നമ്മുടെ 2 മക്കൾക്കും എന്താണ് ഒരേപോലെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്നത്. അപ്പൊ ഏതൊരു മകൻ നഷ്ടപ്പെട്ടാലും എന്താണ് നമുക്ക് അത്രമേൽ സങ്കടവും കാര്യങ്ങളും ഉണ്ടാവും പറയാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ എന്തുണ്ട്, ചെറിയൊരു വാക്കുതർക്കം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഇടയിൽ ഒക്കെ അറിയുന്നുണ്ട്. ഓക്കെ, they try to look brave and comfort each other, but inside they are broken with sadness. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇവരുടെ മനസ്സിൽ എന്താണ് സങ്കടവും കാര്യങ്ങളും ഉണ്ട്. ഇവർ പുറത്തെന്താണ് വളരെ ധൈര്യപൂർവ്വം നിൽക്കുകയാണ് ചെയ്യണത്. എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ എന്താണ് അത്രമേൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ത്രീന്റെ കഥകൾ കേട്ടിട്ട് പോലും എന്താണ് ഇവര് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കണല്ലേ. കാരണം ഇവർ ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർക്ക് ഇവരുടെ മക്കളെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എന്താണ് ഇവരത് പുറത്തേക്ക് കാണിക്കാതെ വളരെ ധൈര്യശാലിയായിട്ട് വളരെ ധൈര്യപൂർവ്വമാണ് എന്ത് ചെയ്യണത്, പുറത്തേക്ക് നിൽക്കുന്നത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയൊക്കെയാണ് എന്ത് ചെയ്യണത്, ഇവര് ചെയ്യണത്. ഓക്കെ, a stout red-faced man says that parents must love their country more than their children once they are grown. അപ്പൊ എന്താണ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഇതിന്റെ ഇടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യണത്, ഒരു തടിച്ചിട്ടുള്ള നല്ല ചുവന്ന മുഖമുള്ള ഒരു മനുഷ്യനുണ്ട്. അതാണ് സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ. നിങ്ങൾ ബ്രിട്ടീഷേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, അവരുടെ ഫേസ് ശ്രദ്ധിച്ചു നോക്കുക, നല്ല റെഡ് കളറാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ തടിച്ചിട്ടുള്ള എന്താണ് നല്ലൊരു റെഡ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ് അതിന്റെ ഇടയിൽ കയറി വരികയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു തർക്കത്തിന്റെ ഇടയിൽ കയറി സംസാരിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അയാൾ അവിടെ വന്നിട്ട് എന്താ പറയുന്നത്, നമ്മളെപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ
രാജ്യത്തിനെ കൂടുതൽ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഏതൊരു പാരന്റ്സിനും അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. എന്ത് വന്നാലും അവരെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ മക്കൾക്കാണ് കൊടുക്കുക. പക്ഷെ ഒരു മക്കൾക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടെ പാരന്റ്സ് ആവണം എന്നില്ല. ചിലപ്പോൾ അവർ രാജ്യത്തിന് വേണ്ടി പോരാടും, ചിലപ്പോൾ പാർട്ട്ണർ, അങ്ങനെ എന്തും വരാം. പക്ഷെ എന്താണ് ഇവിടെ ഇയാൾ പറയാണ്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ മക്കൾക്ക് വേണ്ടി മാത്രമാവരുത്, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടണം. നമ്മളുടെ മക്കൾ എന്ന് പറയണത് എന്താണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ആര് പറയണത്, ഈ ഒരു മനുഷ്യൻ പറയണത്. ഓക്കെ, he believes that parents should take pride in their children's sacrifice to their for their country. അങ്ങനെ എന്ത് ചെയ്യാണ് ഇയാൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളെ മക്കൾ എന്ത് ചെയ്യാണ്, തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാണ്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയാണ് ചെയ്യേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരെ ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. നമ്മുടെ മക്കൾ എന്താണ് യുദ്ധത്തിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഭിമാനം കൊള്ളണം എന്നാണ് ആര് പറയണത്, ഇദ്ദേഹം ഇവിടെ പറയണത്. എ വുമൺ ഫീൽസ് ലോൺലി ഇൻ ഹെർ പെയിൻ തിങ്കിങ് no one can understand her sufferings until she realizes that the others are also hurt in the same way. അങ്ങനെ എന്ത് ചെയ്യാണ് ഇയാൾ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്, എന്നുവെച്ചാൽ എൻ്റെ മകന് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താണ്, അവൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മരിച്ചത്. കാരണം അവൻ എന്നോ പറഞ്ഞിട്ടുണ്ട്, അവൻ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ്, അങ്ങനെ അവൻ മരിച്ചതാണ്, അതിലെന്താണ് നമുക്ക് അഭിമാനം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും അങ്ങനെ ആവണം. നമ്മളുടെ മക്കൾ എന്താണ്, രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്ത് അത് ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരിൽ അഭിമാനം കൊള്ളണം എന്നാണ് ആര് പറയണത്, ഈ ഒരു മനുഷ്യൻ പറയണത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണല്ലേ തന്റെ മകനെ യുദ്ധത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണത് ആലോചിച്ചിട്ട്. പക്ഷെ അവളുടെ മനസ്സിൽ എന്താണ്, ഒരു ആശ്വാസം വരികയാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എന്ത് ചെയ്യാണ്, അവളുടെ മനസ്സിൽ ഒരു ആശ്വാസം വരികയാണ്. അവൾക്ക് ഇത്രയും നേരം എന്തേലും അവളുടെ ചിന്ത, എന്നെ ആരും മനസ്സിലാക്കണില്ല, ഞാൻ എന്റെ സ്റ്റോറീസ് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവിടെ ആർക്കും എന്താണ് ഒരു സിമ്പതി പോലും എന്നോടില്ല എന്നുള്ള ആ ഒരു അവസ്ഥയാണ് ആർക്കുള്ളത്, ആ ഒരു സ്ത്രീക്കുള്ളത്. അവൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാവരും എന്റെ അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ മാത്രം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നുവെച്ചാല് എന്റെ അവസ്ഥ കേട്ടിട്ട് ഇവർ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, കാരണം ഇവർക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഈ ഒരു മനുഷ്യൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാണ്, അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാണ്, അവൾക്ക് ഒരു ആശ്വാസം വരികയാണ്. ഇതുവരെ അവൾക്ക് ടെൻഷൻ ആയിരുന്നു അല്ലെ, പക്ഷെ എന്ത് ചെയ്യാണ്, ഈ ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോ അവൾക്ക് മനസ്സിൽ അത്രമേൽ ആശ്വാസം വരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. The man then says he does not cry for his son because his son died happy and brave for his country. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഒരു സ്ത്രീ എന്താണ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൾക്ക് മനസ്സിൽ എന്താണ് ഒരു ആശ്വാസം തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് അവൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എന്താണ്, നമ്മളിപ്പോഴും എന്ത് ചെയ്യണം, നമ്മളെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ മക്കൾ യുദ്ധത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുത്, പകരം എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടി എന്താണ്, അവര് നമ്മൾ അഭിമാനം ാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ് ഈ ഒരു സ്ത്രീ മനസ്സിലാക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ സ്റ്റോറീസ് ബാക്കിയുള്ള എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മകൻ മരണപ്പെട്ടിട്ട് പോലും ഞാൻ കരഞ്ഞിട്ടില്ല. കാരണം എന്താണ്, എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ പോലും എന്താണ്, ഞാൻ അതിൽ സന്തോഷം കൊള്ളുന്നുണ്ട്. കാരണം എന്താണ്, ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഞാൻ മരണപ്പെട്ടത് അല്ലേ. അപ്പൊ എന്താണ്, അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, എൻ്റെ മകൻ മരിച്ചതിൽ എന്തില്ല ഞാൻ സങ്കടപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഇവിടെ സങ്കടപ്പെടുന്നുണ്ട് അല്ലേ, ഞാനിവിടെ സങ്കടപ്പെടുന്നില്ലല്ലോ. കാരണം അത് തന്നെയാണ്, കാരണം എൻ്റെ മകൻ എന്താണ്, ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ട് മരിച്ചിട്ടുള്ള ആളാണ്. അതിലെന്താണ്, ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ് ഇയാള് മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയാണ്. The woman still in pain asked him if his son is really dead. അങ്ങനെ എന്ത് ചെയ്യാണ് ഈ ഒരു സ്ത്രീ, ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഭാഗത്ത് തല ഇങ്ങനെ ചായച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ത്രീ പെട്ടെന്ന്, നമ്മൾ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് എണീക്കുന്ന പോലെ ഈ ഒരു സ്ത്രീ എന്തായാലും പെട്ടെന്ന് അയാളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്.
നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ആ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ എന്ന്. പെട്ടെന്നാണ് ചോദിക്കുന്നത്. ഇയാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, എന്റെ മകൻ മരിച്ചിട്ടുണ്ട്, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഈ ഒരു സ്ത്രീ പെട്ടെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ? അപ്പൊ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെയധികം ഷോക്കായിട്ട് ഈ ഒരു സ്ത്രീനെ നോക്കാൻ തുടങ്ങി. ഈ പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വളരെ ഷോക്കായിട്ട് ഈ ഒരു സ്ത്രീനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്തത്, അറ്റ് ഫസ്റ്റ് ഹി ട്രൈ ടു ആൻസർ സ്ട്രോങ്ലി ബട്ട് ദെൻ ഹിസ് വോയിസ് ഷേക്സ് ആൻഡ് ഹി ബ്രേക്സ് ഡൗൺ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇയാൾ വളരെ ഷോക്കായിട്ട് വളരെ അത്ഭുതത്തോടു കൂടി ഈ സ്ത്രീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉള്ളിൽ എന്താണ് എന്തൊക്കെയോ വിഷമവും കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീ ചോദിക്കുകയാണല്ലേ, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് കഴിയണില്ല. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയണില്ല, ഉത്തരം പറയാൻ കഴിയണില്ല. അയാളുടെ വോയിസ് എന്താണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണുണ്ട്. ഓക്കെ, ഇങ്ങനെ അടറുമില്ല. നമുക്ക് എന്താണ് ഉള്ളിൽ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് വോയിസ് ഇങ്ങനെ അടർന്ന കാണാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ അദ്ദേഹത്തിന്റെ വോയിസ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, അദ്ദേഹം തേങ്ങി കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ബ്രേക്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഹി കനോട്ട് സ്റ്റോപ്പ് ഹിസ് ടീയേഴ്സ്. അദ്ദേഹത്തിന്റെ കരച്ചിൽ നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയാണ്. ദിസ് ഷോസ് ദാറ്റ് ഈവൻ ദോസ് ഹു സ്പീക്സ് ഓഫ് പ്രൈഡ് ആൻഡ് കറേജ് കനോട്ട് എസ്കേപ്പ് ദ ഡീപ് പെയിൻ ഇൻ ദെയർ ഹാർട്ട്സ്. അപ്പൊ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ധൈര്യശാലിയായിട്ട് ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഒരു പരിധി വരെ നമുക്ക് ധൈര്യശാലിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിഷമം, നമ്മളുടെ ഉള്ളിലുള്ള ഒരു പെയിൻ ആലോചിച്ചിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്യും, നമ്മൾ കരയും എന്നാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം ധൈര്യശാലിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അത്രയ്ക്കും സങ്കടപ്പെട്ടിരിക്കുകയാണ് വിചാരിക്കുക, ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മളൊരു ഇൻസിഡന്റിൽ നമ്മൾ അത്രമേൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല. നമ്മൾ വളരെ ധൈര്യപൂർവ്വം അങ്ങനെ പുറത്തേക്ക് കാണിക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ നമ്മളോട് ആ ഒരു കാര്യം പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും അല്ലേ? അതേപോലെ തന്നെയാണ് ഈ കഥയിൽ നടന്നിട്ടുള്ളത്. ഇദ്ദേഹം എന്താണ് വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൻ മരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ ആ ഒരു സ്ത്രീ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ച് അതിൽ അദ്ദേഹം എന്താണ് ആകപ്പാടെ തകർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരുന്നാലും നമ്മൾ എത്രത്തോളം ധൈര്യശാലായിട്ട് ഇരുന്നാൽ പോലും എന്താണ് ഒരു പരിധി വരെ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും. നമ്മുടെ ആ ഒരു വിഷമം എന്താണ് പുറത്തേക്ക് വരും എന്നാണ് എന്ത് ചെയ്യണത് ഈ ഒരു കഥയിൽ പറയണത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെക്കും ബൈ.